Welcome to the next class of general vector spaces. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എന്താണ് span of a subset. If you have some vectors v1, v2, etc. vn, then span of v1, v2, etc. vn means a set of all linear combinations of v1, v2, etc. vn. ഇതാണ് നമ്മൾ പഠിച്ചിരുന്ന കാര്യം. ഇന്ന് സ്പാനിങ് സബ്സ്പേസുകൾക്കുള്ള ചില ഇല്ലസ്ട്രേഷൻസും എക്സാമ്പിൾസുമാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ദ സ്റ്റാൻഡേർഡ് യൂണിറ്റ് വെക്ടേഴ്സ് സ്പാൻ Rn. അപ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് യൂണിറ്റ് വെക്ടേഴ്സ്? ദേ ആർ E1 is 1 0 0 etc 0, E2 സെക്കൻഡ് പൊസിഷനിൽ 1 ബാക്കിയെല്ലാം 0 etc, En nth പൊസിഷനിൽ 1 ബാക്കിയെല്ലാം 0. ഇൻ ജനറൽ വി സേ ദാറ്റ് EI ഈക്വൽ ടു EI എന്ന് പറയുന്നത് ഒരു n ടുപ്പിൾ ആണ്. അതിൻ്റെ ith പൊസിഷനിൽ 1ഉം ബാക്കി എല്ലാ പൊസിഷനിലും 0യുമാണ്. ഇതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ് വെക്ടേഴ്സ് ഇൻ Rn എന്ന് പറയുന്നത്. ദീസ് വെക്ടേഴ്സ് സ്പാൻ Rn എന്ന് വെച്ചാൽ ഈ E1 E2 എക്സെട്ര ENൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് നമുക്ക് Rnലുള്ള ഏത് വെക്ടറിനെ വേണമെങ്കിലും റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. So suppose vector v equal to v1, v2, etc. vn be an element of Rn. ഇത് നമ്മൾ ആർബിട്രറി ആയിട്ട് എടുക്കുന്ന ഒരു എലമെൻ്റ് ആണ്. Rnലുള്ള ഏതോ ഒരു എലമെൻ്റ് ആണ് വെക്ടർ v ഈക്വൽ ടു v1, v2, etc. vn എന്ന് പറയുന്നത്. ഇതിൽ v1, v2, etc. vn എന്നൊക്കെ പറയുന്നത് റിയൽ നമ്പേഴ്സ് ആണ്. So we can write vector v as v1 e1, the scalar v1 times vector e1 plus scalar v2 times vector e2 plus etc. scalar vn times vector en, because നമുക്കറിയാം e1 is 1 0 0 etc. So if we multiply e1 with v1, we will get v1 0 0 etc 0. Now if we multiply e2 with v2, we will get v2 e2 is equal to 0 v2 0 etc 0. Similarly, if we multiply en vector en with the scalar vn, we will get 0 0 etc. In the last position we will have vn. And if we add all these vectors together, we will get v1 v2 etc vn, which is our vector v. So any vector in Rn can be expressed as a linear combination of vector e1, vector e2 etc vector en, so that we can say that the space Rn can be spanned by e1 e2 etc en. അപ്പോൾ Rn എന്നുള്ളതിൻ്റെ ഒരു സ്പെഷ്യൽ കേസായിട്ട് ഞാനിവിടെ R3 എടുക്കുകയാണ്. R3യിൽ 3 സ്റ്റാൻഡേർഡ് വെക്ടേഴ്സ് എന്ന് പറയുന്നത് 1 0 0 0 1 0 0 0 1 ആണ്. നമ്മളതിനെ വെക്ടർ I, വെക്ടർ J, വെക്ടർ K എന്ന് വിളിക്കും. So this will span R3 because suppose vector v equal to ABC is an arbitrary element of R3, then it can be written as A times 1 0 0, B times 0 1 0 plus C times 0 0 1, or A vector I plus B vector J plus C vector K. So any vector v in R3 can be expressed as a linear combination of I, J and K. So we can say that the vectors I, J and K will span R3. Okay, or span of I, J, K is R3. Similarly, if we are dealing with the two-dimensional plane R2, then I and J is enough to span R2. Here I is 1 0 and J is 0 1. Now അടുത്തതായിട്ട് നമുക്ക് ജോമെട്രിക് വ്യൂ ഓഫ് സ്പാനിങ് ഇൻ R2 ആൻഡ് R3 ഒന്ന് കാണാം. അതായത് R2വിൽ എങ്ങനെയാണ് ഐയും ജെയും ഉപയോഗിച്ച് നമുക്ക് എല്ലാ വെക്ടേഴ്സിനെയും ഉണ്ടാക്കാൻ പറ്റുക. If v is a non-zero vector in R2 or R3 that has its initial point at the origin, then span of vector v
is the set of all scalar multiples of v, and this is the line through origin determined by v. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു പിക്ചർ കാണാം. സി, ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വെക്റ്ററാണ് വെക്റ്റർ വി എന്ന് കരുതുക. ദെൻ ബൈ സ്പാൻ ഓഫ് വെക്റ്റർ വി, സ്പാൻ ഓഫ് വെക്റ്റർ വി കൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു എലമെൻറ്റേ ഉള്ളൂ എങ്കിൽ സ്പാൻ ഓഫ് വെക്റ്റർ വി ഇസ് സെറ്റ് ഓഫ് ഓൾ കെ വി വേർ കെ എലമെൻറ്റ് ഓഫ് ആർ, വിയുടെ എല്ലാ സ്കെയിലാർ മൾട്ടിപ്പിൾസിൻ്റെയും കൂടി കളക്ഷൻ. സോ വിയെ നമ്മൾ ഏത് പോസിറ്റീവ് സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു കഴിഞ്ഞാലും അവിടെ നമുക്കൊരു സ്കെയിലിംഗ് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. വെക്റ്ററിനെ നമ്മളൊരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതുകൊണ്ട്, പോസിറ്റീവ് സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും കിട്ടുന്നത് ഒരു വെക്റ്ററാണ്. അതിൻ്റെ ഡയറക്ഷന് മാറ്റമൊന്നും ഉണ്ടാവില്ല. നമ്മൾ എടുത്തിരിക്കുന്ന വെക്റ്റർ വിയുടെ ഡയറക്ഷൻ എന്താണോ അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും. നമ്മൾ എടുക്കുന്ന സ്കെയിലാറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ലെസ് ദാൻ 1 ആണെങ്കിൽ ഈ വിയേക്കാളും ചെറിയ, വിയുടെ അതേ ഡയറക്ഷനിൽ തന്നെ വിയേക്കാളും ചെറിയ ഒരു വെക്റ്റർ കിട്ടും. ഫോർ എക്സാമ്പിൾ, ദിസ് ഇസ് 1/2 വെക്റ്റർ വി. This is vector v, 1 times vector v. If I multiply vector v with 2, ഈ വെക്റ്റർ വിയുടെ ലെങ്ത് എത്രയാണോ അതിൻ്റെ ഡബിൾ ലെങ്ത് വരുന്ന ഒരു വെക്റ്റർ നമുക്ക് ഇവിടെ കിട്ടും. സോ വെക്റ്റർ വിയെ ഞാൻ ഏത് പോസിറ്റീവ് സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഐ വിൽ ഗെറ്റ് എ വെക്റ്റർ വിച്ച് ഇസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് വെക്റ്റർ വി. അതിൻ്റെ മാഗ്നിറ്റ്യൂഡിന് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ, ഡയറക്ഷന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. തിരിച്ച് വിയെ ഞാനൊരു നെഗറ്റീവ് നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ മൈനസ് വെക്റ്റർ വി എന്ന് പറയുന്നത് വിയുടെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഒരു വെക്റ്റർ ആയിരിക്കും. ദിസ് ഇസ് മൈനസ് വെക്റ്റർ വി. ദെൻ ഈ മൈനസ് വെക്റ്റർ വിയെ നമ്മൾ സ്കെയിലാസ് അല്ലെങ്കിൽ വിയെ നമ്മൾ നെഗറ്റീവ് സ്കെയിലാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് വെക്റ്റർ വിയുടെ ഡയറക്ഷനിലുള്ള വെക്റ്റേഴ്സാണ് കിട്ടുക. സോ വെക്റ്റർ വി സ്പാൻ ചെയ്യുന്ന സ്പേസ് എന്ന് പറയുന്നത് അത് ഈ ലൈനിൽ ഒതുങ്ങി നിൽക്കും. ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്ന വെക്റ്റർ വി ഡിറ്റർമിൻ ചെയ്യുന്ന ഈ ലൈനിൽ ഒതുങ്ങി നിൽക്കും സ്പാൻ ഓഫ് വി എന്ന് പറയുന്നത്. സോ ഇഫ് വി ഈസ് എ നോൺ സീറോ വെക്റ്റർ ഇൻ R2 or R3 that has initial point at the origin, then span of vector v, which is the set of all scalar multiples of v, is the line through origin determined by vector v. The tip of the vector k vector v can be made to fall at any point on the line by choosing the value of k to lengthen, shorten or reverse the direction of v appropriately. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു പോസിറ്റീവായിട്ടുള്ള സ്കെയിലാർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ ലൈനിലുള്ള പോയിൻറ്റ്സ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ പോയിൻ്റ് ഇതാരാണെന്ന് നമുക്കറിയില്ല, എനിക്ക് ഈ വെക്റ്ററിനെ വെക്റ്റർ വി ഉപയോഗിച്ചുണ്ടാക്കണം എന്ന് വിചാരിക്കാം. സോ ഫസ്റ്റ് കൺസിഡർ ദ യൂണിറ്റ് വെക്റ്റർ ഇൻ ദിസ് ഡയറക്ഷൻ. സോ നമുക്കറിയാം വെക്റ്റർ വി അതേ ഡയറക്ഷനിലാണ് ഞാനിപ്പോൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന വെക്റ്ററും ഉള്ളത്. സോ വെക്റ്റർ വി ബൈ നോം ഓഫ് വെക്റ്റർ വി എന്ന് പറയുന്ന ഈ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ കൺസിഡർ ചെയ്യുക. അതിനെ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ലെങ്ത് എത്രയാണോ, സപ്പോസ് ദിസ് ഇസ് ആർ, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഐ വിൽ ഗെറ്റ് ദിസ് വെക്റ്റർ. ഓക്കെ, ഇനി തിരിച്ച് നമുക്ക് നെഗറ്റീവ് ഇപ്പോൾ റിവേഴ്സ് ഡയറക്ഷനിലുള്ള ഒരു വെക്റ്ററാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു നെഗറ്റീവ് സ്കെയിലാർ കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഇങ്ങനെ കെയുടെ വാല്യൂ അപ്രോപ്രിയേറ്റ് ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വെക്റ്റർ വി ഡിറ്റർമിൻ ചെയ്യുന്ന ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്ന ലൈനിലെ ഏത് പോയിൻ്റ് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ദ ടിപ്പ് ഓഫ് ദ ലൈൻ ക്യാൻ ബി അറ്റ് എനി പോയിൻ്റ് ഓൺ ദ ലൈൻ ബൈ ചൂസിങ് ദ വാല്യൂ ഓഫ് കെ ടു ലെങ്തൻ, shorten or reverse the direction of v appropriately. Now ഇനി R3യിലാണ് എന്ന് നമ്മൾ R3യിലാണെന്ന് കരുതുക, അല്ലെങ്കിൽ R2ൻ്റെ തന്നെ രണ്ട് വെക്റ്റേഴ്സ് നമ്മൾ എടുത്തിരിക്കണമെന്ന് കരുതുക. ഇപ്പോൾ നമ്മൾ ഒരു വെക്റ്റർ സ്പാൻ ചെയ്യുന്ന സ്പേസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇഫ് വെക്റ്റർ v1 ആൻഡ് വെക്റ്റർ v2 ആർ നോൺ സീറോ വെക്റ്റേഴ്സ് ഇൻ R3 that have their initial points at the origin, vector v1 ഉം vector v2 ഉം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒറിജിനിൽ നിന്നാണ്. then span of vector v1 and vector v2, it will consist of all linear combinations of vector v1 and vector v2, and this will be the plane through origin
determined by these vectors. So I will show one figure first. Suppose ഇതാണ് വെക്റ്റർ v1 എന്ന് കരുതുക, and this is vector v2. Then if we multiply vector v1 with any scalar, we will get some vector in this line. അതുപോലെ തന്നെ വെക്റ്റർ v2 എന്ന് പറയുന്ന വെക്റ്റർ ഇതാണ്. ഇതിനെ നമ്മൾ ഏത് സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനെ ഒരു വെക്റ്റർ, ഒരു ലൈനാണ് നമുക്ക് കിട്ടുക. ദെൻ ഇവരുടെ തമ്മിൽ സം എടുക്കുകയാണ് നമ്മൾ. സം എടുക്കുമ്പോൾ കംപ്ലീറ്റിംഗ് ദ പാരലലോഗ്രാം നമുക്കറിയാം. സപ്പോസ് ഐ വാണ്ട് ടു ഗെറ്റ് എ പോയിന്റ് ഹിയർ. ഇവിടെയുള്ളൊരു പോയിന്റ് എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? കറസ്പോണ്ടിങ് ആയിട്ട് ഇത് ഡയഗണലായിട്ട് വരുന്ന ഒരു പാരലലോഗ്രാം കൺസ്ട്രക്റ്റ് ചെയ്യണം. ഓക്കെ, വിത്ത് v1ൻ്റെ ഒരു സ്കെയിലാർ മൾട്ടിപ്പിൾ ഞാനിവിടെ എടുക്കുന്നു. ദെൻ v2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സ്കെയിലാർ മൾട്ടിപ്പിൾ ഇവിടെ എടുക്കുന്നു. ദെൻ ഞാൻ ഇങ്ങനെ ഒരു പാരലലോഗ്രാം, വിൽ ചൂസ് സം അനദർ കളർ. സോ v1ൻ്റെയും v2ൻ്റെയും സ്കെയിലാർ മൾട്ടിപ്പിൾസ് ആണ് ഈ സൈഡും വരുന്നത്. ആ രണ്ട് സൈഡുകളുടെ ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത പാരലലോഗ്രത്തിൻ്റെ ഒരു ഡയഗണലായിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ മാർക്ക് ചെയ്ത പോയിൻ്റ് നിൽക്കുന്നത്. ഇതുപോലെ k1ൻ്റെയും k2ൻ്റെയും വാല്യൂ നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് k1 v1 പ്ലസ് k2 v2 ഫോമിൽ ഈ v1ഉം v2ഉം ഏത് പ്ലെയിനിലാണോ ഉള്ളത് ആ പ്ലെയിനിലുള്ള ഏത് പോയിൻ്റ് വേണമെങ്കിലും നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് see this, the tip of the vector k1 v1 plus k2 v2 can be made to fall at any point in the plane by adjusting the scalars k1 and k2 to lengthen, shorten or reverse the directions of the vectors k1 v1 and k2 v2 appropriately. സോ ചുരുക്കി പറഞ്ഞാൽ രണ്ട് വെക്റ്റേഴ്സാണ് നോൺ പാരലൽ ആയിട്ടുള്ള രണ്ട് വെക്റ്റേഴ്സാണ് നമ്മുടെ കയ്യിലുള്ള വെക്റ്റർ v1 വെക്റ്റർ v2 എന്ന് കരുതുക. ദെൻ വെക്റ്റർ v1ഉം വെക്റ്റർ v2ഉം രണ്ട് വെക്റ്ററും കൂടി കിടക്കുന്ന ഒരു യുണീക്ക് പ്ലെയിൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ പ്ലെയിനിലുള്ള ഏത് പോയിന്റിനെ വേണമെങ്കിലും നമുക്ക് ഈ v1ൻ്റെയും v2ൻ്റെയും സ്കെയിലാർ മൾട്ടിപ്പിളായിട്ട് റെപ്രസെൻ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മളത് അനലിറ്റിക്കലി പ്രൂവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഇനി വരുന്ന ഒരു എക്സാമ്പിളിൽ ഞാൻ കാണിച്ചു തരാം. സോ സ്പാനിങ് സെറ്റ് ഫോർ പി എൻ ആണ് നമ്മളിനി കാണാൻ പോകുന്നത്. പി എൻ എന്താണ് എന്ന് നമ്മൾ കണ്ടിരുന്നു. ഇറ്റ് ഈസ് സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. ഓക്കെ, ഒരു പോളിനോമിയൽ, ഈ പി എന്നിലുള്ളവരെല്ലാം പോളിനോമിയൽസ് ആണ്. അതിൻ്റെയൊക്കെ ഡിഗ്രി ഒന്നുകിൽ ഈക്വൽ ടു എൻ ആയിരിക്കും, അല്ലെങ്കിൽ ലെസ് ദാൻ എൻ ആയിരിക്കും. അതാണ് നമ്മുടെ പി എൻ എന്ന് പറയുന്നത്. The polynomials 1x, x square, etc., x power n span the vector space Pn. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് p is a polynomial in Pn. ഇപ്പോൾ ഒരു പോളിനോമിയൽ ഇൻ Pn എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഓഫ് ദിസ് ഫോം: a0 plus a1x plus etc. an x power n, where a0, a1, etc., an are all scalars. സോ ഇപ്പം തന്നെ നമുക്ക് കാണാം ഇതിപ്പോൾ a0, okay, this is a0 times 1 plus a1 times x plus etc. plus an times x power n. So 1 in the linear combination plus x in the linear combination plus etc. x power n in the linear combination or scalar multiple. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത ഫോമിലാണ് ഇപ്പോൾ നമ്മുടെ p ഉള്ളത്. ഓക്കെ, 1ൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ, എക്സിൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ, എക്സെട്ര എക്സ് പവർ എൻ വരെയുള്ളവരുടെ സ്കെയിലാർ മൾട്ടിപ്പിൾസ്, ദെൻ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത ഫോമിലാണ് നമുക്കിപ്പോൾ ഇവിടെ ഈ പോളിനോമിയൽ പി ഉള്ളത്. സോ പി ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് 1x, x square, etc., x power n.
So any polynomial of degree less than or equal to n can be spanned by this 1x, x square, etc. x power n. ഈ n+1 ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് പി എന്നിനെ മുഴുവനായിട്ടും സ്പാൻ ചെയ്യാൻ പറ്റും. So we can write Pn is equal to span of 1x, x square, etc. x power n. അടുത്തതായിട്ട് നമ്മൾ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് നമ്മൾ രണ്ട് വെക്ടേഴ്സ് ഉപയോഗിച്ച് മൂന്നാമതൊരു വെക്ടറിനെ ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അനലിറ്റിക്കലി, ജോമെട്രിക്കലി അല്ലാതെ അനലിറ്റിക്കലി നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. സോ കൺസിഡർ വെക്ടർ u is equal to 1, 2, -1 ആൻഡ് വെക്ടർ v is equal to 6, 4, 2. ഇത് രണ്ടും R3യിലുള്ള രണ്ട് വെക്ടേഴ്സാണ്. ഷോ ദാറ്റ് വെക്ടർ w which is equal to 9, 2, 7 is a linear combination of vector u and vector v, and vector w equal to 4, -1, 8 is not a linear combination of vector u and vector v. അതായത് നമുക്ക് ആദ്യത്തെ വെക്ടറിനെ ഈ തന്നിരിക്കുന്ന യു വി എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. അതായത് ഈ ഡബ്ല്യുവിനെ നമുക്ക് സം k1v1 പ്ലസ് നോട്ട് k1v1 k1u പ്ലസ് k2v ഫോമിൽ എഴുതാൻ പറ്റുമെന്നും രണ്ടാമത് തന്നിരിക്കുന്ന ഡബ്ല്യുവിനെ k1u പ്ലസ് k2v ഫോമിൽ എഴുതാൻ പറ്റില്ല എന്നുമാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. ആദ്യത്തെ ഭാഗം നമുക്ക് ചെയ്യാം. സപ്പോസ് വെക്ടർ w ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടർ u ആൻഡ് വെക്ടർ v. ഇത് ലീനിയർ കോമ്പിനേഷൻ ആവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ദിസ് ഹാപ്പൻസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദർ എക്സിസ്റ്റ് സ്കെയിലാർസ് k1 ആൻഡ് k2 സച്ച് ദാറ്റ് k1u പ്ലസ് k2v ഈസ് ഈക്വൽ ടു w. അതായത് k1 ടൈംസ് u എന്ന് പറഞ്ഞാൽ ആരാണ്? 1, 2, -1 പ്ലസ് k2 ടൈംസ് v ഈസ് 6, 4, 2 is equal to w means 9, 2, 7. So k1 times 1, 2, -1 plus k2 times 6, 4, 2 is equal to 9, 2, 7 എന്ന് എഴുതാൻ പറ്റുന്ന രീതിയിൽ ഒരു k1ഉം k2ഉം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ we can say that w is a linear combination of u and v. അങ്ങനെ നമുക്ക് k1ഉം k2ഉം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങനത്തെ k1ഉം k2ഉം എക്സിസ്റ്റ് ചെയ്യില്ലെങ്കിൽ നമ്മൾ പറയും w is not a linear combination of u and v. ഓക്കെ, സോ നമ്മളിതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാണ്. ഇതിപ്പോൾ എനിക്ക് k1 കൊണ്ട് ഇതിനെ മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് k1, 2k1 then minus k1 plus k2 times 6, 4, 2 will be 6 times k2, 4 times k2 then 2 times k2 equal to 9, 2, 7. Again നമ്മളിത് രണ്ടും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? k1 plus 6k2 then 2k1 plus 4k2. Third position we will have minus k1 plus 2k2 ആണ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉണ്ടാവുക. റൈറ്റ് ഹാൻഡ് സൈഡ് ഇസ് 9, 2, 7. സോ ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ 3 ഇക്വേഷൻസ് കിട്ടുകയാണ് ചെയ്യുന്നത്. അടുത്ത് എക്സ്പാൻഡ് ചെയ്തത് ആലോചിക്കുക. ഐ വിൽ ഗെറ്റ് 1 times k1 plus 6 times k2 is equal to 9. രണ്ട് ഓർഡേർഡ് ട്രിപ്ലെറ്റ്സ് ഈക്വൽ ആവണം എന്നുണ്ടെങ്കിൽ രണ്ടിൻ്റെ ഫസ്റ്റ് കോർഡിനേറ്റ്സ് സെയിം ആവണം, സെക്കൻഡ് കോർഡിനേറ്റ്സ് സെയിം ആവണം, തേർഡ് കോർഡിനേറ്റ്സ് സെയിം ആയിരിക്കണം. ഇവിടെ ഫസ്റ്റ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ നമ്മളിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് k1 plus 6k2 ഈക്വൽ ടു 9. അതുപോലെ സെക്കൻഡ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ 2k1 പ്ലസ് 4k2 ഈക്വൽ ടു 2 ആവണം. ദെൻ മൈനസ് k1 പ്ലസ് 2k2 ഈക്വൽ ടു 7 ആവുകയും വേണം. ഈ 3 ഇക്വേഷൻസ് ആണ് ഞാനിവിടെ എഴുതുന്നത്. സോ ഇനി നിങ്ങൾ ലീനിയർ ദിസ് ഈസ് എ സിസ്റ്റം ഓഫ് 3 ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 unknowns. 3 ലീനിയർ ഇക്വേഷൻസ് ഉണ്ട് നമുക്ക്
2 അൺനോൺസേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തമ്മിൽ നമ്മൾ സോൾവ് ചെയ്യണം. ഒരു ലീനിയർ സിസ്റ്റം കിട്ടിക്കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ള മെത്തേഡ് ഉപയോഗിക്കാൻ നിങ്ങൾക്ക്. ദെൻ ഇവിടെ നമുക്ക് ഫസ്റ്റും സാധാരണ നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്ന ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ സപ്പോസ് ഐ ആം ആഡിങ് ഇക്വേഷൻ 1 and 3, ഐ വിൽ ഗെറ്റ് k1 minus k1 will be 0, 6k2 plus 2k2 will be 8k2 equal to 9 plus 7 equal to 16, or I will get k2 equal to 2. Now I will substitute the value for k2 in equation 3. So I will get minus k1 plus 4 equal to 7, or minus k1 is equal to 3, or k1 equal to minus 3. So 1 ഉം 3 ഉം സോൾവ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂസ് ഇതൊക്കെയാണ്. k1 ഈക്വൽ ടു -3 ഉം k2 ഈക്വൽ ടു 2. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ അറിയാം these values for k1 and k2 will satisfy all the 3 equations. ഈ 3 ഇക്വേഷനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂസ് ആണ് k1 ഈക്വൽ ടു -3 ഉം k2 ഈക്വൽ ടു 2. Okay, so we have a solution here. So this means I can write vector w as k1 times u, means -3 times u, plus k2 times v, 2 times vector v. So I can write vector w, which is equal to order triplet 9 to 7, as a linear combination of vector u and vector v. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്ന ആദ്യ ഭാഗം. രണ്ടാമതായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അടുത്ത ഒരു പോയിന്റും കൂടി w എന്ന് പറയുന്ന വേറൊരു വെക്ടറും കൂടി തന്നിട്ടുണ്ട്. 4 - 1 8. ഈ 4 - 1 8നെ യുവിൻ്റെയും വിൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റില്ല എന്നാണ് നമുക്ക് രണ്ടാമത്തെ ഭാഗത്ത് പ്രൂവ് ചെയ്യാനുള്ളത്. സപ്പോസ് I can write k1 vector u plus k2 vector v is equal to w. എഴുതാൻ പറ്റും എന്ന് കരുതാം. This implies and implied by k1 times vector u is 1 2 - 1 and vector v is 6 4 2. So k1 times 1 2 - 1 plus k2 times 6 4 2 is equal to, here w is 4 - 1 8. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിലേതുപോലെ തന്നെ ഇവിടെയും നമുക്ക് 3 ഇക്വേഷൻസ് കിട്ടും. k1 plus 6k2 equal to 4. Now സെക്കൻഡ് പൊസിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2k1 plus 4k2 equal to -1. Then തേർഡ് പൊസിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ -k1 plus 2k2 equal to 8. നമുക്ക് വീണ്ടും 3 ഇക്വേഷൻസ് കിട്ടി. നമ്മൾ ഇവരെ സോൾവ് ചെയ്യാണ്. സോ നേരത്തെ പോലെ 1 ഉം 3 ഉം കൂടി ഞാൻ ആഡ് ചെയ്തു. സോ ദാറ്റ് ഐ വിൽ ഗെറ്റ് k2 equal to 3/2. ഈ k2 equal to 3/2 എന്നുള്ള വാല്യൂ ഞാൻ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് k1 equal to -5. അപ്പോൾ ഞാൻ ഈ k2 equal to 3/2 എന്നുള്ള വാല്യൂവും k1 equal to -5 എന്നുള്ള വാല്യൂവും സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ഗെറ്റ് -10 plus 6. -10 plus 6 is equal to -1, or -4 equal to -1. അപ്പോൾ നമുക്കറിയാം this is not true, this is absurd. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം this w cannot be written as a linear combination of u and v. 4 - 1 8 cannot be written as a linear combination of u and v എന്ന് നമുക്കിവിടെ പറയാം.